അസ്ഥിക്ക് പരിക്ക് പറ്റി നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ ഇത് പൊട്ടലാണോ ഒടിവാണോ എന്നുള്ളത്. പൊട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കും ഉദ്ദേശിക്കുന്നത് ഫ്രാക്ചർ ആയി പക്ഷേ അകന്നു പോയിട്ടില്ലാത്ത അൺഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചേഴ്സിനെയും, ഒടിവ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ പൊട്ടിയിട്ട് അകന്നു പോയിട്ടുള്ള ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചേഴ്സിനെയാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ വലിയ കാര്യമില്ല. കാരണം എന്താണെന്നറിയോ, ഈ പൊട്ടലാണോ ഒടിവാണോ, അതായത് ഫ്രാക്ചർ ഡിസ്പ്ലേസ്ഡ് ആണോ അൺഡിസ്പ്ലേസ്ഡ് ആണോ എന്നുള്ള ഒറ്റ കാരണം വെച്ചിട്ടല്ല നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നതും ഈ പൊട്ടലിൻ്റെ മുന്നോട്ടുള്ള റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയുന്നത്. മറ്റ് പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരും. ഏത് അസ്ഥിയാണ് ഒടിഞ്ഞിരിക്കുന്നത്, അസ്ഥിയുടെ ഏത് ഭാഗത്താണ് ഒടിഞ്ഞിരിക്കുന്നത്, ഈ പൊട്ടലാണേലും ഒടിവാണേലും അത് ജോയിൻറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ചുറ്റുമുള്ള സോഫ്റ്റ് ടിഷ്യൂസ്, അതായത് നീര് ഭയങ്കരമായിട്ട് കൂടുതലുണ്ടോ, അതിന് രക്തക്കുഴലുകൾക്ക് പരിക്കുണ്ടോ, നേഴ്സ് അതായത് നാഡീചരമ്പുകൾക്ക് പരിക്കുണ്ടോ, മുറിവും കൂടിയുള്ള ഫ്രാക്ചറാണോ ഇത്, രോഗിയുടെ പ്രായം, രോഗിയുടെ ആക്ടിവിറ്റി ലെവൽ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഫ്രാക്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നതും അതിൻ്റെ റിസൾട്ടുകൾ എങ്ങനെയാണ് എന്നുള്ളത് വരുന്നത്. അപ്പം ഒരു ഫ്രാക്ചർ ഡിസ്പ്ലേസ്ഡ് ആണ്, അതായത് പൊട്ടലല്ല ഒടിവാണ് എന്ന് കരുതി എല്ലാം തീർന്നു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഫ്രാക്ചർ ഡിസ്പ്ലേസ്ഡ് അല്ല, പൊട്ടലേ ഉള്ളൂ എന്ന രീതിയിൽ നിസ്സാരമായി കാണേണ്ട കാര്യവുമല്ല.